ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അത് മെർച്ചൻ്റ് നേവിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മറ്റ് വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റുമോ, എന്താണ് അതിനെക്കുറിച്ച്, എന്താണ് മെർച്ചൻ്റ് നേവി, എന്താണ് ഇന്ത്യൻ നേവി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അത് എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പോസ്റ്റുകൾ വരിക, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ നേവിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇത് വേറെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എവിടെയാണ് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ ലേറ്റസ്റ്റ് ആയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ BLൻ്റെ പ്രൊബേഷണറി ഓഫീസർ എഞ്ചിനീയർ, അതുപോലെ ഈ പറയുന്ന എയിംസ് പോലെയുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്കുള്ള കേന്ദ്ര സർക്കാർ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ ടെക്സ്റ്റൈൽ കമ്മിറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വന്നിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കവിടെ കാണാൻ പറ്റും, മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകേണ്ട, ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പോവുക. കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അഡ്വർടൈസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 10 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജനുവരി 6 മുതൽ കേട്ടോ. അതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ജനുവരി 6 മുതൽ നമുക്ക് ഫെബ്രുവരി 10 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് മാർച്ച് 2025 ഇതിൻ്റെ റിസൾട്ട് വരുന്നത് നമുക്ക് എക്സാമിനേഷൻ കഴിഞ്ഞ് 5 ദിവസത്തിൻ്റെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരും എന്നുള്ളതാണ് ഏകദേശമാണ് പറയുന്നത്. ചിലപ്പം ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ എക്സാം മാർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട്, അതായത് ജസ്റ്റ് 5 ദിവസമാണ് അവർ പറയുന്നത്. എക്സാം കഴിഞ്ഞ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് തന്നെ വരും എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ വേക്കൻസി കാണാം. ഇതിലേക്ക് തന്നെ ഡെക്കറേറ്റിംഗിൽ 399 വേക്കൻസിയാണ്. ഇതിലെല്ലാ പോസ്റ്റിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എൻജിൻ റേറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 201 പോസ്റ്റ്, സീമാനിൽ 296, ഇലക്ട്രീഷ്യനിൽ 290, വെൽഡർ ഓർ ഹെൽപ്പറിൽ 60 വേക്കൻസി, ദെൻ മെസ് ബോയ് 188, കുക്കിന് 466 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് 1800ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെക്കറേറ്റിംഗിലേക്ക് 10ാം ക്ലാസ് ആണ്, എഞ്ചിൻ റേറ്റിംഗിലേക്കും 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. സീമാനിൽ നിങ്ങൾക്ക് +2 യോഗ്യത വേണം, മിനിമം +2 പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഇലക്ട്രീഷ്യനിൽ ITയും കഴിഞ്ഞിരിക്കണം, അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി വെൽഡർ ഓർ ഹെൽപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് വെൽഡർ ട്രേഡിൽ എന്താണ് IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെസ് ബോയ് ആണെങ്കിൽ 10ാം ക്ലാസ് ആണ്, കുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണ് ജസ്റ്റ് പാസ്സായിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ സാലറി കാണാം. ഈ പറയുന്ന ഡെക്കറേറ്റിംഗ് ആണെങ്കിൽ 50,000 മുതൽ 55,000 ആണ്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഈ ഒരു നമ്പറിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് സാലറി ലഭിക്കുക. അപ്പോൾ നമുക്കൊരു 50,000 സ്റ്റാർട്ടിങ് നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുകളൊക്കെയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 17 മുതൽ 25 വയസ്സ് വരെ ഉള്ളതുണ്ട്. ചില പോസ്റ്റിനോട് ഇലക്ട്രീഷ്യൻ IT യോഗ്യതയുള്ള പോസ്റ്റ് ആണെങ്കിൽ അതിന് 27 വയസ്സ് വരെ ഉണ്ട്. പിന്നെ മെസ് ബോയ്ക്കും ഒക്കെ 27 എന്നാണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, 27 മാക്സിമം, 17 മുതലാണ് ഏജ് ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഏരിയാസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ കേരള, കർണാടക ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിൽ ഉള്ളവർക്ക് തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, ഇവിടെയാണ് ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പറയുന്ന മെർച്ചൻ്റ് നേവിയും ഇന്ത്യൻ നേവി എന്നുള്ളത് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് അവർ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ GOCL എജുലാൻഡ് സെർച്ച് ചെയ്താൽ മതി. അത് സെർച്ച് ചെയ്താൽ നമ്മുടെ ഹോം പേജിലേക്കാണ് വരിക. ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സിലൂടെ കാണാം ഇന്ത്യൻ മെർച്ചൻ്റ് നേവി റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് ഇവിടെ കാണാം 1800ഓളം വേക്കൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇതിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ, ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലൂടെ കാണാം നിങ്ങൾക്ക്
പ്രധാനപ്പെട്ട ലിങ്കിൽ നോട്ടിഫിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷൻ ഞാനിവിടെ കൊടുക്കുന്നില്ല, കാരണം വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ കാണിക്കാം, അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ നമ്മളിവിടെ നോട്ടിഫിക്കേഷൻ ഇട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ടാണ് അത്, കാരണം അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോടെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കട്ടോ. പിന്നെ ഇത്രയും ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് നമ്മുടെ ഈ മെർച്ചൻ്റ് നേവിയുടെ പ്രൈമറി അതിൻ്റെ ഒരു പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ കൺട്രീസ് നമ്മുടെ രാജ്യത്തിൻ്റെ മിലിറ്ററി നേവിയുമായി അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് മെർച്ചൻ്റ് നേവി എന്ന് വ്യക്തമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ദ മെർച്ചൻ്റ് നേവി റെഫേഴ്സ് ടു ദ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് വയ സീ റൂട്ട്സ്. അപ്പോൾ അതായത് നമ്മുടെ കടലിലൂടെ പാസഞ്ചേഴ്സിനെയും അതുപോലെ ഗുഡ്സ് ചരക്കുകളൊക്കെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലാണ് പ്രധാനമായിട്ടും ആ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആ ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രി, കൊമേഴ്ഷ്യലായിട്ടുള്ള ഷിപ്പിംഗ് വ്യവസായത്തെയാണ് ശരിക്കും നമ്മൾ മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന കൊമേഴ്ഷ്യലായിട്ടുള്ള ഷിപ്പിംഗ് വ്യവസായത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട് അൺലൈക്ക് എ കൺട്രീസ് നേവി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ നേവി പോലെയല്ല ഇത്, വിച്ച് ഈസ് മിലിറ്ററി ഫോഴ്സ്. ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് എന്താണ്, മിലിറ്ററി ഫോഴ്സാണ്, നമ്മുടെ ഡിഫൻസിൻ്റെ ഭാഗമാണ്. എന്നാൽ മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസിൻ്റെ ഭാഗമല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ് ശരിക്കും നമ്മുടെ ഈ പറയുന്ന മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് കാണാം ദ മെർച്ചൻ്റ് നേവി ഈസ് എ സിവിലിയൻ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ദാറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഇക്കണോമി. അതായത് നമ്മുടെ ആഗോളതലത്തിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെയും അതുപോലെ നമ്മുടെ ഈ പറയുന്ന ട്രേഡ്, നമ്മുടെ വ്യവസായത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വ്യാപാരത്തെയും ഒക്കെ നല്ല രീതിയിൽ എന്താണ് സ്വാധീനിക്കുന്നത് ഈ പറയുന്ന ഒരു കൂട്ടം നമ്മൾ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ്. അതായത് ഇത്തരം ഷിപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആഗോളതലത്തിലേക്കൊക്കെ ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മെർച്ചൻ്റ് നേവി. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ ഓരോ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള എന്താണ് കമ്പനീസ് ഉണ്ടാവും, വിവിധ കമ്പനികളാണ് ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ അവരാണ് ഈ പറയുന്ന ചരക്കുകളും ഈ പറയുന്ന സാധനങ്ങളും പാസഞ്ചേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ഒരിക്കലും ഇതെന്തല്ല നമ്മുടെ ഡിഫൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ളതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ നേവിയുമായിട്ട് ഇതിന് ബന്ധമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്തരം കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ്, നമുക്ക് മെർച്ചൻ്റ് നേവിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ദ മെർച്ചൻ്റ് നേവി ഈസ് എ പ്രൈമറി എൻഗേജ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ലൈക്ക് ഓയിൽ, കോൾ, ഫുഡ്, മെഷീനറി ആൻഡ് കെമിക്കൽസ് ആസ് വെൽ ആസ് പാസഞ്ചേഴ്സ് അക്രോസ് ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് വാട്ടേഴ്സ്. അതായത് നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ആളുകളെയും അതുപോലെ മറ്റു രാജ്യത്തു നിന്ന് ഫുഡും മെഷീനറീസും അതായത് കോള്, പെട്രോളിയം പോലെയുള്ള എനർജീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഈ അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ മെർച്ചൻ്റ് നേവി യൂസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഗ്ലോബൽ ട്രേഡ് ബാക്ക് ബോൺസ്, അത് നമ്മുടെ ഈ പറയുന്ന ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 90% ഗ്ലോബൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന എന്താണ് മെർച്ചൻ്റ് നേവി ത്രൂ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്തരം എന്താണ് സീയിലൂടെയാണ്, കടലിലൂടെയാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ക്രൂ ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ദ മെർച്ചൻ്റ് നേവി എംപ്ലോയീസ് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഫഷണൽസ്. അതായത് ഇതിൽ ഈ മെർച്ചൻ്റ് നേവിയിൽ നമുക്ക് ഒരു കാറ്റഗറിയിലുള്ള ജോലിയല്ല ഉണ്ടാകുക, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഇതാ നിൽക്കുകയാണ് ഡെക്ക് ഓഫീസർ, അതുപോലെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഇലക്ട്രീഷ്യൻ ഉണ്ടാവും, കുക്ക് ഉണ്ടാവും, അങ്ങനെ റേറ്റിംഗ് ഓഫീസർ ഉണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് അതിലെ ക്രൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമതോടെ കാണാൻ നോൺ മിലിറ്ററി നേച്ചറാണ്. അപ്പോൾ ഇവർക്ക് മിലിറ്ററി ആയിട്ട് ബന്ധമില്ല. ഇവരുടെ ഷിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മുടെ കോമ്പാറ്റ് അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും യുദ്ധങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും മിലിറ്ററി ഓപ്പറേഷൻസിലൊന്നും ഇവർ ഇൻവോൾവഡ് അല്ല. ഓക്കെ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു രാജ്യത്ത് നമുക്ക് യുദ്ധമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും എതിരാളികൾ നേരിടുന്നതിനോ വേണ്ടിയുള്ള ഒരു കാര്യത്തിനും ഈ പറയുന്ന മെർച്ചൻ്റ് ഷിപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിന് നമുക്ക് വേറെ തന്നെ ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ നേവിക്ക് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ആണ്. ഓക്കെ, നമ്മുടെ വ്യവസായത്തെയും വ്യാപാരത്തെയുമാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ടൈപ്സ് ഓഫ് ഷിപ്സ് ആണ്. മെർച്ചൻ്റ് നേവിയിലുള്ള ഒരുപാട് ഷിപ്പുകളുണ്ട്, കാർഗോ ഷിപ്പുകളുണ്ട്, അതുപോലെ തന്നെ ടാങ്കേഴ്സ് ഉണ്ട്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് അതുപോലെ കെമിക്കൽസ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള ടാങ്കേഴ്സ് ഉള്ള ഷിപ്പുകളുണ്ട്. ദെൻ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഷിപ്പുകളുണ്ട്, പാസഞ്ചർ ഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ക്രൂയിസ് ലൈനേഴ്സ് ഉണ്ട്, അതായത് നമുക്ക് ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ മെർച്ചൻ്റ് നേവിയിൽ പെടുന്നതാണ്.
ദെൻ ബൾക്ക് ക്യാരീസ്, അതുപോലെ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസിൽ തന്നെ റിസർച്ചിനും അതുപോലെ ഐസ് ബ്രേക്കേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പം നല്ല സാലറി കിട്ടും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സാലറി കിട്ടും. അതോടൊപ്പം ലോകമൊക്കെ ചുറ്റിക്കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെസൽസ് അല്ലെങ്കിൽ ഇത്തരം ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം, ചാൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ ഒക്കെ നമുക്ക് പ്രൊമോഷനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഓഫ് മെർച്ചൻ്റ് നേവിയാണ് ഞാൻ അടുത്തത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഫെസിലിറ്റേറ്റ് ദ ഗ്ലോബൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് റിസോഴ്സസ്. അപ്പോൾ നമ്മുടെ ഗുഡ്സ് ആൻഡ് റിസോഴ്സസ് ഒക്കെ എന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക്, ഒരു രാജ്യത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ എക്കണോമീസ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ രാജ്യത്തിൻ്റെയും എന്താണ് സാമ്പത്തിക വ്യവസ്ഥയെ പ്രൊമോട്ട് ചെയ്യാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എനർജി സപ്ലൈ ചെയിനായിട്ടും അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമുക്കിപ്പം ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ഓയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്യാസ് ഒക്കെ ഓയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഇവർ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ ഇവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ പറയുന്ന മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു എന്താണ് നമ്മുടെ കരിയർ നമുക്ക് സെറ്റപ്പ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ കാരണം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം വിദ്യാർത്ഥികളെ കൺഫ്യൂഷൻ ആക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ കണ്ടിട്ട് നമ്മളോട് ഇങ്ങനെ എൻക്വയറി നടത്തുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അത് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയാണത് ചെയ്യുന്നത് ആദ്യം തന്നെ. ഇത് ആക്ച്വലി എന്താണ്, ഇതൊരു പെർമനൻ്റ് ആയിട്ട് നമ്മളെ പോസ്റ്റ് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഒന്നല്ല. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇതിൻ്റെ താഴെ കാണാം. ഇതാരാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, സീലൈൻ മാരിടൈം അക്കാദമിയാണ്. അതിന് ജസ്റ്റ് ഒഫീഷ്യൽ സൈറ്റാണ്, അതുകൊണ്ട് കാണാം സീലൈൻ മാരിടൈം അക്കാദമി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ സീലൈൻ മാരിടൈം അക്കാദമിയിൽ തന്നെ ജോയിൻ ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഇൻട്രോയിൽ കാണിച്ചത് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇന്ത്യൻ മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഒഫീഷ്യൽ. അപ്പോൾ അതുവഴി അവർ ചില കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരിക്കലും എന്താണ് ജോലിയല്ല. അത് നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്, അവർ ഏറ്റവും താഴെയാണ് കൊടുത്തതെന്ന് നോക്കണം. കാരണം ഇത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജോലിയാണെന്ന് വിചാരിക്കും. കാരണം ഇവിടെ സാലറി റേഞ്ചൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സാലറി റേഞ്ചൊക്കെ കൊടുത്ത് നമ്മൾ വിചാരിക്കും ഇത് ജോലിയാണെന്ന്. പക്ഷേ ഇത് ആക്ച്വലി എന്തല്ല, ജോലിയല്ല. നിങ്ങൾക്ക് ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 100% ഇവർ പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് ഇവരുടെ കോഴ്സ്, അതായത് ഈ പറയുന്ന ഇതിലേക്ക് നമുക്ക് ഡെക്കറേറ്റിങ്ങും എഞ്ചിൻ റേറ്റിങ്ങിലൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന കോഴ്സുകളുണ്ട്, ഓരോ കോഴ്സുകളുണ്ട്. അത് ചെയ്യാതെ നമുക്ക് 10ാം ക്ലാസ് ഡയറക്റ്റ് വെച്ച് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ വാലിഡ് ആയുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 100% അവരെന്ത് ചെയ്യും, ഈ പറയുന്ന വിവിധ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് 100% അവർ ഷുവർ ചെയ്യുന്നുണ്ട്. അതായത് 100% ആണ് 100 കുട്ടികളെടുത്താൽ 100 പേർക്കും പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതാണ് അതിന് മീൻ ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് ഇവർ ഈ കോഴ്സിലേക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാം ഒക്കെ നടത്തിയിട്ടാണ്. അതിൻ്റെ ഒരു സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ്, സയൻസ് നോളജ് ഉണ്ടാകും, ഇംഗ്ലീഷ് നോളജ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങളതായി ഈ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിത് ഒഫീഷ്യലാണ്, നമ്മൾ ഇന്ത്യൻ നേവിയുടേതാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ മുഴുവനായിട്ടും കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളും പറയാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ലെവൽ വെച്ചുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും എക്സാം സെൻ്ററൊക്കെ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇവിടെ എക്സാം സെൻറ്റർ കാണുന്ന എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരമാണ്. ഇനി തമിഴ്നാടാണെങ്കിൽ ചെന്നൈ, മധുരയ്ക്കാണുള്ളത്. ഓക്കെ, പിന്നെ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജനുവരി 6 മുതൽ ഫെബ്രുവരി 10 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് 100 രൂപ അപേക്ഷ ഫീസായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ അതിൽ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ പേജും കാണിക്കുന്നുണ്ട്. 100 രൂപ അപേക്ഷ ഫീസായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് അപ്പിയർ ചെയ്യണം. ഇതിൻ്റെ കൺക്ലൂഷൻ ഞാൻ ലാസ്റ്റ് ഒന്നും ഇവിടെ പറഞ്ഞുതരാം. അതോടൊപ്പം ഇതിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് പേഴ്സണൽ റൗണ്ടാണ്, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനമാക്കി 2ൻ്റെയും പെർഫോമൻസ് അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് ജനറൽ ഇൻഫർമേഷൻ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് PWD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ലാന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് എനി ജോബ് ഓർ റിക്രൂട്ട്മെന്റ് എന്ന് പ്രത്യേകമായിട്ട് അവരുടെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. കാണാം, ദ അഡ്വർടൈസ്മെന്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ SMA എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇതാണ്. അതായത് സീലൈൻ മാരിടൈം അക്കാദമി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ SMA ഒരു എന്താണ് നോട്ടിഫിക്കേഷൻ ആണെന്നാണ് അവർ പറയുന്നത്.
പറയുന്നത്, അല്ലാതെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊന്നല്ല എന്നുള്ളതാണ്. ഇവിടെ കാണാം യു വിൽ ബി ഗിവൺ എ കോഴ്സ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുക ഒരു കോഴ്സാണ്. ഇതിലേക്ക് നിങ്ങൾ എക്സാം എഴുതി സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടും. ആ കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പ്ലേസ്ഡ് ആവും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം പ്ലേസ്മെൻ്റ് ഒക്കെ അവരോട് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ SMA അക്കാദമിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാണ് SMA അക്കാദമിയുടെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ ഇവരുടെ ഫാക്കൽറ്റീസിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് കാണാം ഒരു കോഴ്സസ് ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ മെൻറ്റേഴ്സൊക്കെ ആരാന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെ ശരിയാണെങ്കിൽ TK സിംഗ് എന്ന് പറയുന്നത് എക്സ് ഇന്ത്യൻ നേവിയാണ്, നിങ്ങൾക്കിവിടെ കാണാം. അതൊക്കെ എക്സ് ഇന്ത്യൻ നേവി എക്സ് മിലിറ്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് ഇതിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മെർച്ചൻ്റ് നേവിയിൽ സെക്കൻഡ് ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തവരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് നമുക്ക് ഈ പറയുന്ന ജിതേന്ദ്രകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ഇവരുടെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ ഡിപ്ലോമ ഇൻ ഡൊമസ്റ്റിക് ഷിപ്പിംഗ് മാനേജർ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അധികവും ഈ പറയുന്ന മെർച്ചൻ്റ് നേവിയിലുള്ള പോസ്റ്റിന് നമ്മൾ സ്യൂട്ടബിൾ ആകൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം, അന്വേഷിക്കണം. അതിന് ശേഷം മാത്രം ചെയ്യാം. ഇവിടെ നമ്പർ ഉണ്ട്, ഇതിൽ കോൾ ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് വിളിച്ച് അന്വേഷിക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല ഉദ്യോഗാർത്ഥികളും ഡൗട്ട് ചോദിച്ചു. അതായത് ഈ പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഭാഗമാണോ മെർച്ചൻ്റ് നേവി, അത് മാത്രമല്ല ഇതിലേക്ക് എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ്, ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും എന്താണ് റിക്രൂട്ട്മെൻറ്റ് ജോബോ കാര്യങ്ങളോ അല്ല. ആദ്യം നമുക്ക് കോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഈ പറയുന്ന നമ്മുടെ ഇവരുണ്ടല്ലോ, അതായത് സീ ലൈൻ മാരിടൈം അക്കാദമി 100% അവർ പ്ലേസ്മെൻറ്റ് നടത്തുന്നതാണ് അവർ പറയുന്നതാണ്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഡയറക്ടറാണ്, ഡയറക്ടറിൻ്റെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹാപ്പി സ്റ്റുഡൻസ് 5200+ ഉണ്ട്, പ്ലേസ്മെൻറ്റ് 4000+ ഉണ്ട്, ദെൻ സർട്ടിഫൈഡ് ടീച്ചർ 20+ ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇവർ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ എറണാകുളമൊക്കെ വേറെയും എന്താണ് അക്കാദമിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളിപ്പം മറ്റു നോട്ടിഫിക്കേഷനിൽ കണ്ടിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ മെർച്ചൻ്റ് നേവി എന്താണെന്നുള്ളത് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അതല്ലാതെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറയാനൊന്നല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോഴ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതന്നെ ചൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെ അക്കാദമികളുണ്ട്. അതൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങളതൊക്കെ എന്താണ് ഈ പറയുന്ന എന്താണ് കറക്റ്റ് അവർ സർട്ടിഫിക്കറ്റൊക്കെ വാലിഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവിടെയുള്ള ഫാക്കൽറ്റി ആരാന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള. ഇപ്പോൾ ഇത് എവിടെ അപ്ലൈ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സീ ലൈൻ മാരിടൈം അക്കാദമിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് വന്നിട്ട് മൊബൈൽ നമ്പർ കൊടുത്ത് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഫീ അടിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. അതല്ലാതെ ഇതൊരിക്കലും ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ അല്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു കോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. എല്ലാ വർഷവും വരാറുണ്ട്. അപ്പം പലരും കൺഫ്യൂഷനായിട്ട് എന്താണ് നിൽക്കാറുണ്ട്, ഇതെന്താണ് നോട്ടിഫിക്കേഷനാണ്. കാരണം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ സാലറി ഒക്കെ കാണുമ്പോൾ നമ്മളായിരിക്കും എന്താണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരം ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.